ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബിഹേവിയറൽ മോഡൽ ഓഫ് മണി ഡിറ്റർമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ മോഡൽ എന്ന് പറയുന്നത് ഇതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൾക്കാരുടെ ബിഹേവിയർ അനുസരിച്ച് മണി സപ്ലൈ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിഹേവിയറൽ മോഡൽ ഓഫ് മണി ഡിറ്റർമിനേഷൻ. നമുക്കിതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് ദ ബിഹേവിയറൽ മോഡൽ ഓഫ് മണി ഡിറ്റർമിനേഷൻ പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് into how individuals and households decide on the optimal amount of money to hold based on their economic behavior and preferences. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഹൗസ് ഹോൾഡ്സും ഇൻഡിവിജ്വൽസും അവർ എത്ര പണം കൈവശം വെക്കണം, എത്ര പണം ചിലവാക്കണം, ഇങ്ങനെ ചില ബിഹേവിയറലായിട്ടുള്ള ചില അപ്രോച്ചസ് ഉണ്ടാവും അവർക്ക്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മോഡൽ ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ ട്രഡീഷണൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഇത് ട്രഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് തിയറി ഓഫ് മണിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഫോക്കസ് ഓൺ, അതായത് നമ്മുടെ ട്രഡീഷണൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നത് അഗ്രിഗേറ്റ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആൻഡ് ഡിമാൻഡ് അക്രോസ് ദ എക്കണോമി. അതായത് അഗ്രിഗേറ്റ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആൻഡ് ഡിമാൻഡാണ് ദ ട്രഡീഷണൽ തിയറി പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ബിഹേവിയറൽ മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബിഹേവിയറൽ മോഡലിൻ്റെ കമ്പോണൻറ്റ്സ് നോക്കാം. അത് കമ്പോണൻറ്റ്സ് ഓഫ് ദ ബിഹേവിയറൽ മോഡൽ. ഒന്നാമത്തെ കമ്പോണൻറ്റ് ഇൻകമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇൻകം എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം കൂടുമ്പോഴത്തേക്കും അവർക്ക് ബൈയിങ് കപ്പാസിറ്റി കൂടുന്നു, അവരുടെ ഡിമാൻഡ് വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം ഇൻകം പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ഡിമാൻഡ് ഫോർ മണി. അപ്പം മനസ്സിലായില്ലേ, അപ്പം ഡിമാൻഡ് ഫോർ മണി ഡിറ്റർമൈൻ ചെയ്തതിൽ ഇൻകം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ആസ് ഇൻകം ഇൻക്രീസസ് ഇൻഡിവിജ്വൽസ് ടിപ്പിക്കലി ഡിമാൻഡ് മോർ മണി. ഇൻകം കൂടുമ്പോഴത്തേക്ക് അവർക്ക് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നു. അവർ കൂടുതൽ പണം അവർക്ക് വേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ടു ഫെസിലിറ്റേറ്റ് ഇൻക്രീസ്ഡ് സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നതിന് അവർക്ക് ഡിമാൻഡ് ഫോർ മണി കൂടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിമാൻഡ് ഫോർ മണിയാണ് കേട്ടോ. അത് പണത്തോടുള്ള ഡിമാൻഡാണ്. അപ്പോഴത്തേക്കാണ് ഈ മോഡലിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നത്. അടുത്ത കമ്പോണൻ്റാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ്. അതായത് L1 എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദിസ് കമ്പോണൻറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിമാൻഡ് ഫോർ മണി നീഡഡ് ഫോർ എവറി ഡേ ട്രാൻസാക്ഷൻസ്. അതായത് എവറി ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ആ തുക, അതാണ് L1 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് ഹെൽഡ് ഫോർ റെഗുലർ പർച്ചേസസ് സച്ച് ആസ് ഗ്രോസറീസ് മേടിക്കുന്നതിന്, യൂട്ടിലിറ്റീസ് മേടിക്കുന്നതിന് ആൻഡ് അതർ റൂട്ടീൻ എക്സ്പെൻസസ്. സാധാരണ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളെ മേടിക്കുന്നതിനുള്ള ആ ഒരു എമൗണ്ടാണ് ഇത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രാൻസാക്ഷന് വേണ്ടി കൈവച്ചേക്കുന്ന തുക. ഇപ്പം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻകം. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് അവരുടെ ട്രാൻസാക്ഷനും കൂടുന്നു. കൂടുതൽ ഇൻകം കിട്ടുന്നവർ കൂടുതൽ ചിലവാക്കുന്നു. ഇപ്പോൾ ഹയർ ഇൻകം ലീഡ്സ് ടു ഹയർ ട്രാൻസാക്ഷണൽ ഡിമാൻഡ് ബിക്കോസ് മോർ മണി ഈസ് നീഡഡ് ഫോർ ഫ്രീക്വൻറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പം ഇതിൽ കൂടുതൽ പണം കിട്ടുമ്പോഴത്തേക്ക് ട്രാൻസാക്ഷന് വേണ്ടി കൂടുതൽ പണത്തിന് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, പണത്തിന് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടുന്നു. അടുത്ത മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്രിക്കോഷണറി ഡിമാൻഡാണ്. അത് L2 കൊണ്ട് സൂചിപ്പിക്കുന്നു. പ്രിക്കോഷൻ, അതായത് നമ്മൾ മുൻകരുതലായിട്ട് കൈവയ്ക്കുന്ന തുക. ഇപ്പോൾ പ്രിക്കോഷണറി ഡിമാൻഡ് റിഫ്ലെക്ട്സ് ദ ഡിസയർ ടു ഹോൾഡ് മണി ആസ് എ ബഫർ അഗെയിൻസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ഓർ എമർജൻസീസ്. അതായത് ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസീസ്, ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് തുക കൈവച്ചിരുന്നിട്ട് അത് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. അതാണ് പ്രിക്കോഷനായിട്ട് കൈവയ്ക്കുന്നു, മുൻകരുതലായിട്ട് കൈവയ്ക്കുന്നു. അപ്പം ഇൻഡിവിജ്വൽസ് ഹോൾഡ് മണി ടു കവർ അൺഫോർസീൻ എക്സ്പെൻസസ് such as medicinal emergencies, കാർ റിപ്പയേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള എക്സ്പെൻസ് പറയുമ്പോഴത്തേക്ക്, ഓർ ടെമ്പററി ലോസ് ഓഫ് ഇൻകം, താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഇപ്പം COVID-19 വന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരുടെ വരുമാനം നഷ്ടമായി, അതുപോലുള്ള എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള ഇവൻറ്റ് മുന്നിൽ കണ്ട് വെക്കുന്ന തുക. അപ്പോൾ പ്രിക്കോഷണറി ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻകം കൂടുന്നതനുസരിച്ച് അവർ കൂടുതൽ തുക ഒരു പ്രിക്കോഷനായിട്ട് കൈവയ്ക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് വേരീസ് വിത്ത് ഫാക്ടേഴ്സ് ലൈക്ക് പെർസീവ്ഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ കോൺഫിഡൻസ്. ഒരാളുടെ ഫൈനാൻഷ്യൽ കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് എത്ര ഫൈനാൻഷ്യലി എനിക്ക് എത്ര പൈസ കൈവയ്ക്കാൻ പറ്റും, അതിനനുസരിച്ചും എക്കണോമിക് സ്റ്റെബിലിറ്റി അനുസരിച്ചും നമ്മുടെ പ്രിക്കോഷണറി ഡിമാൻഡ് വേരി ചെയ്യുന്നു. അടുത്ത നാലാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡാണ്. അതായത് ഇതിനെ L3 കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ ഊഹം, അതായത് ഊഹിച്ചുകൊണ്ട് ഇപ്പം ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ കുറയുമോ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെയൊക്കെ ഊഹിച്ചുകൊണ്ട് കയ്യിൽ പണം വയ്ക്കുന്ന ഒരവസ്ഥ. അപ്പം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അറൈസസ് ഫ്രം ദ ഡിസയർ ടു ഹോൾഡ് മണി ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഭാവിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഓർ സ്പെക്കുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് വയ്ക്കുന്ന പണമാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് വരുന്നത്. ഇപ്പം ഇറ്റ് റെപ്രസെൻറ്റ്സ് മണി ഹെൽഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്ട്സ്. അതായത് ഫേവറബിൾ ആയിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം വരും, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ കയ്യിൽ പണം വയ്ക്കുന്ന ഒരു അവസ്ഥ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ പലിശ നിരക്ക് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേഷന് വേണ്ടിയിട്ട് ആൾക്കാർ കയ്യിൽ പൈസ വയ്ക്കത്തില്ല, നേരെ കൊണ്ട് ബാങ്കിലിട്ട് അവർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റില്ല, അവർ കൂടുതൽ ഇൻട്രസ്റ്റ് മേടിക്കാൻ നോക്കും. അപ്പം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് പറയുന്നത്
ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് റെഡ്യൂസ് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് ഹോൾഡിംഗ് മണി. കയ്യിൽ പണം വയ്ക്കുന്നത് അതിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ് കുറയ്ക്കുന്നു കമ്പയർഡ് ടു അതർ അസറ്റ്സ് ലൈക്ക് സ്റ്റോക്സ് ഓർ ബോൺസ്, ദെയർ ബൈ ഡിക്രീസിങ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. അതായത് ഏതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോക്സ്, ബോൺസ് അതൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ മേടിക്കുന്നതിന് പകരം അവർ ബാങ്കിൽ പൈസ ഇട്ടിട്ട് അവർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഞാനിപ്പോൾ പറഞ്ഞ ഈ എലമെൻറ്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്സ് നോക്കാം, അതായത് കീ റിലേഷൻഷിപ്പ്സ് നോക്കാം. അത് ഒന്നാമത്തെ ഇൻകം ആൻഡ് ട്രാൻസാക്ഷൻ ഡിമാൻഡ്. ഇൻകവും ട്രാൻസാക്ഷൻ ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഒന്ന് കൂടുമ്പം അടുത്തവൻ കൂടുന്നുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇവർ തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ആസ് ഇൻകം ഇൻക്രീസസ് സോ ഡസ് ദ നീഡ് ഫോർ മണി ടു കണ്ടക്ട് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്. അതായത് വരുമാനം കൂടുമ്പോഴത്തേക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു നീഡും കൂടുന്നു. അടുത്തത് ഇൻകം ആൻഡ് പ്രിക്കോഷണറി ഡിമാൻഡ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചാൽ സിമിലർ ടു ട്രാൻസാക്ഷൻ ഡിമാൻഡ്. ഇതും അതുപോലെ തന്നെയാണ്. പിന്നെ ഇൻകം കൂടുമ്പോഴത്തേക്ക് പ്രിക്കോഷനായിട്ട് ആൾക്കാർ കൂടുതൽ തുക കൈവശം വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. പ്രിക്കോഷണറി ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ഇൻകം. ഇതും പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഹയർ ഇൻകം ഇൻഡിവിജ്വൽസ് ടെൻഡ് ടു ഹോൾഡ് ലാർജർ പ്രിക്കോഷണറി ബാലൻസസ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റീസ്. അതായത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഫൈനാൻഷ്യലായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾക്ക് അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇവർ കൂടുതൽ തുക പ്രിക്കോഷനായിട്ട് കൈവയ്ക്കാൻ ശ്രമിക്കുന്നുള്ളത്. ഇനി അടുത്ത് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡും തമ്മിലുള്ള ഒരു ബന്ധം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഉയർന്നു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഹൈ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഉയർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ടുപോയി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റില്ല, അവർ സ്പെക്കുലേറ്റീവായിട്ട് കയ്യിൽ വെക്കത്തില്ല, അവർ പിന്നെ കൊണ്ടുപോയി ബാങ്കിലിടുക അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യും. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ഹോൾഡിംഗ് മണി ഇൻക്രീസസ്. അതായത് കയ്യിൽ പണം വെച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഉണ്ടാകുന്ന ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്യും. മേക്കിംഗ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മോർ അട്രാക്റ്റീവ് ആൻഡ് റെഡ്യൂസിങ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഇത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറയ്ക്കുന്നു. അടുത്തത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ബിഹേവിയറൽ മോഡൽ. അതായത് ഈ ബിഹേവിയറൽ മോഡൽ എവിടെയൊക്കെ ഉൾപ്പെടുത്താം എന്നാണ് ഇതിൽ പറയുന്നത്. ലിക്വിഡിറ്റി പ്രിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. അതായത് ദ ബിഹേവിയറൽ മോഡൽ ഹൈലൈറ്റ്സ് ഇൻഡിവിജ്വൽസ് പ്രിഫറൻസ് ഫോർ ലിക്വിഡിറ്റി. അതായത് ഇൻഡിവിജ്വൽസ് ലിക്വിഡിറ്റിക്ക് വേണ്ടി അവർ എത്ര പ്രിഫർ ചെയ്യുന്നു, അവരുടെ കയ്യിൽ പണം എങ്ങനെയൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. ഓർ ദ ഈസ് വിത്ത് വിച്ച് അസറ്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് വാല്യൂ. അതായത് അതാണ് ലിക്വിഡിറ്റിയുടെ ഡെഫിനിഷനാണത്. അതായത് എത്ര പെട്ടെന്ന് കയ്യിലുള്ള അസറ്റ് പണമാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ അസറ്റായിട്ട് ഇങ്ങനെ എത്ര ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് അവർ കൈവയ്ക്കുന്നുള്ളത്. ഓക്കെ, ഹയർ ട്രാൻസാക്ഷണൽ ആൻഡ് പ്രിക്കോഷണറി ഡിമാൻഡ്സ് ഇൻഡിക്കേറ്റ് എ സ്ട്രോങ്ങർ പ്രിഫറൻസ് ടു ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റിക്ക് ഒരു സ്ട്രോങ്ങർ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഹയർ ട്രാൻസാക്ഷണൽ ആൻഡ് പ്രിക്കോഷണറി ഡിമാൻഡ്. അതായത് ട്രാൻസാക്ഷണൽ ഡിമാൻഡും ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രിക്കോഷണറി ഡിമാൻഡും കൂടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ലിക്വിഡിറ്റിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു. അവർ കൂടുതലായിട്ട് ലിക്വിഡ് പണം കൈവശം വയ്ക്കാൻ നോക്കുന്നു. അടുത്ത് പോളിസി ഇംപ്ലിക്കേഷൻസ് ആണ്. അതായത് പോളിസി മേക്കിങ്ങിൽ ഈ മോഡൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഈ മോഡൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സെൻട്രൽ ബാങ്ക്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് യൂസ് ദ ബിഹേവിയറൽ മോഡൽ. അപ്പോൾ സെൻട്രൽ ബാങ്ക്, ഇപ്പോൾ പോളിസി മേക്കേഴ്സ് അവരൊക്കെ ഈ മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക കേട്ടോ. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഇൻകം ലെവൽ മൈറ്റ് ഇമ്പാക്ട് മണി ഡിമാൻഡ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ഹൗ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഇൻകം ലെവൽ, ഇൻകം ലെവലിലോ ഇൻട്രസ്റ്റ് റേറ്റിലോ ഉണ്ടാകുന്ന ഈ ചേഞ്ച് എങ്ങനെ മണി ഡിമാൻഡിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ ആൾക്കാർ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോർ ഇൻസ്റ്റൻസ്, ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഇത് എക്കണോമിക് ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും. കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എങ്ങനെയാണ്? ബൈ എൻകറേജിങ് ഗ്രേറ്റർ സ്പെൻഡിങ്, ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ. ആൻഡ് റെഡ്യൂസിങ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി. അവർ പണം കൈവയ്ക്കുന്നതിന് പകരം കൂടുതൽ സ്പെൻഡ് ചെയ്യും. കാര്യം കൈവച്ച് അത് എന്ത് ചെയ്യുന്നതിന് പകരം അവർ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? കൂടുതൽ സ്പെൻഡ് ചെയ്യും. കാര്യം ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് അധികം ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമ്മുടെ ഒരു സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. എക്കണോമിക് ആക്ടിവിറ്റീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ്. അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഈ പോളിസി ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് യൂസ് ദ ബിഹേവിയറൽ മോഡൽ ടു ഇൻഫോം ദെയർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഡിസിഷൻസ്. അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഡിസിഷൻസ് എടുക്കുന്നതിന് ഈ മോഡൽ ഉപയോഗിക്കുന്നു. സച്ച് ആസ് ഡിറ്റർമൈനിങ് ഓപ്റ്റിമൽ സേവിങ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ ഇൻകം. അതായത് ഇൻകത്തിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് അറിയുന്നതിന് ഇൻകം ഫ്ലക്ച്വേഷൻസ് ആൻഡ് പ്രിവെയിലിംഗ്
പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതായത് പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് അറിയുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ മോഡൽ ഉപയോഗിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡയഗ്രാം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വൈ ആക്സിൽ ഇൻട്രസ്റ്റ് റേറ്റും എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എക്സും വൈയും ആക്സിസുകൾ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ വൈ ആക്സിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ വരുന്ന ആ എൽ എന്നുള്ള ബ്രൗൺ കളറുള്ള ആ കർവാണ് മണി ഡിമാൻഡ് കർവ്, ഇത് ലിക്വിഡിറ്റി പ്രിഫറൻസിനുള്ള ആ കർവാണിത്. പിന്നെ വൈ ആക്സിന് പാരലായിട്ട് നിൽക്കുന്ന ആ ഗ്രീൻ കളർ ലൈനാണ് മണി സപ്ലൈ കർവ്. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ ഇക്വിലിബ്രിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ഒ എം അത്രയും മണി സപ്ലൈ അത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മണി സപ്ലൈ ഫിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആൾക്കാർ എന്ത് ചെയ്യും, കൂടുതൽ പൈസ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ, അപ്പം ഈ കൂടുതൽ പൈസ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോഴത്തേക്ക് അത് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത് കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് വീണ്ടും ഇക്വിലിബ്രിയത്തിലെത്തുന്നു. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് അതാണ് R2-ൽ നിന്ന് R1-ലേക്ക് വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് R3-ലാണ്, ഇക്വിലിബ്രിയത്തിന് താഴെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എക്കണോമിക്ക് കൂടുതൽ പിന്നെ ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിക്കും. അപ്പോഴത്തേക്ക് ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ആ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.